ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആർ യു ഓൺ ദെയർ മൈൻഡ്? അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഈ ഒരു സമയത്ത് സെപ്പറേഷനിലായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വളരെയധികം ഡിപ്രസ്ഡ് ആണ്, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഒരുപാട് അവർ കരയുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഓരോ നിമിഷവും സംഭവിച്ചു പോയ കാര്യങ്ങൾ, അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകളായിരിക്കാം. അത്തരം കാര്യങ്ങൾ ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവർ മനസ്സിൽ നിന്നും ഒഴിവാക്കണമെന്നും നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങളും മറക്കണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഇല്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് അവർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് ലഭിച്ചതിന് പോലും അവര് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ പോലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങൾ തന്നെയാണെന്നാണ് കാണുന്നത്. യെസ്, മേ ബി ഇത് ഒരു എന്താണ്, ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒത്തിരി പേർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അത്രയധികം ഉള്ളൊരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ്. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. ആ ഒരു സ്നേഹം, ആ ഒരു ജന്മത്തിലെ സ്നേഹം ഇപ്പോഴും നിങ്ങൾക്ക് തിരികെ നൽകാനായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. അവർ വളരെയധികം ക്ഷമയോട് കൂടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒത്തിരി അകലങ്ങളിലായിരിക്കാം. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. എങ്കിൽ കൂടിയും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റാതിരിക്കുന്ന ഓരോ നിമിഷത്തിലും അവര് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് അറിയുന്നുണ്ട്. ഓക്കെ, അത്രയധികം ഫീലിങ്സ് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സന്തോഷകരമായുള്ള ദിവസങ്ങളും നിമിഷങ്ങളും ഒക്കെയും ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. അവര് നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദിസ് ഇസ് ദ ടൈം ഫോർ ആക്ഷൻ എന്നവര് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയം അവര് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അതൊരു കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അൺകണ്ടീഷണൽ ലവ് ആൻഡ് റൊമാൻറ്റിക് ഫീലിങ്സ്. ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെയധികമായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ, അത്രയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയുള്ള കാർഡ്സ് ആണ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വ്യക്തി വളരെ സിൻസിയർ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്ട് എ മിറാക്കിൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതും കൂടി നമുക്ക് ഇതിലൊരു വ്യക്തത നൽകുന്ന ഒരു കാർഡായിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മിറാക്കിൾസ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ആ വ്യക്തി നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ എത്തും എന്ന് ഉള്ളൊരു സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ,
The first and last thing that come to me is your name. Okay. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു പേരാണ് അവർ എപ്പോഴും അവരുടെ മനസ്സിൽ ഓർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കണം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. യെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ. അവര് ഒരിക്കലും അവരുടെ ദുഃഖങ്ങൾ മറ്റു വ്യക്തികളോടോ അല്ലെങ്കിൽ നിങ്ങളോടോ ഒന്നും ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എപ്പോഴും അവര് ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരോട് അധികം എക്സ്പ്രസീവ് അല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. ആൻഡ് ഐ വോണ്ട് യു ടു ബി ഹാപ്പി. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വെൽവിഷർ ആണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. യു ആർ ഓൾവേസ് വിത്ത് മീ. ഓക്കെ. ഇപ്പോ ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും എപ്പോഴും നിങ്ങൾ അവരുടെ അരികിലുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നു എന്ന് പറയുകയാണ്. ഓക്കെ. അവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിതൗട്ട് യു. ഓക്കെ. അവരിപ്പോൾ ഒരുപാട് അവർക്ക് റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുകയാണ്. അവർക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത, മനസ്സിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനിയും നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആൻഡ് ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ഡ്രീം ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇവിടെ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി, യു ബിലീവ് ഓർ നോട്ട്, ഐ ലവ് യു മോർ ദാൻ യു നോ ഐ ലവ് യു. ഓക്കെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്. ഓക്കെ. നമ്പർ 16, ജൂലൈ മന്ത് 23. ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. ടാറ്റു ആർട്ട് ചെയ്യുന്നവരായിരിക്കാം. ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ഓക്കെ. പോസിബിലിറ്റി ആണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചെറിയൊരു മിറാക്കിൾ ആയിരിക്കാം. ഡിസംബർ മന്ത് 2 months. ഓക്കെ. ലെറ്റർ ഡി, സോഷ്യൽ മീഡിയ. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം. പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം. ടോക്ക്. ഓക്കെ. നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യതയായിരിക്കാം. ഓക്കെ.